നിർത്തിക്കണ്ടി നിർത്തിക്ക് നിർത്തുകൊണ്ട് ഒന്നും കൂടെ എടുത്തേക്കട്ടെ. ഇപ്പം ഡ്രൈവറിന് ഏകാഗ്രത വേണ്ടേ? എവിടെ ശ്രദ്ധിക്കുന്നത് നമ്മൾ? ഫ്രണ്ടിലോട്ട് മാത്രം നോക്ക്. ഇതിന് വണ്ടി വരുന്നുണ്ട്. ആക്സിഡൻറ്റ് കൊടുത്ത് കല്ലിട്ടോ ബ്രേക്ക് കാല് വെച്ച് എടുത്തിട്ട് നോക്കിപ്പോ. കൊടുക്ക. പുറത്ത് കേട്ടോ, ഇടവിട്ടുള്ളവരുണ്ടല്ലേ കൊടുത്തു. പുറത്ത് റോഡ് മാർക്കിങ്ങിൽ വെച്ച് അടുത്ത സെക്ഷനാണ് കാണുന്നത്. പുറത്തേക്ക് പാടില്ല, വഴിയുണ്ട്. അപ്പം എന്ത് ചെയ്യണം? അപ്പോൾ അടുത്ത ഗിയർ, മൂന്നാമത്തെ ഗിയർ കേട്ടോ കേട്ടോ. അപ്പോൾ വെള്ളവരെ നീട്ടി വരച്ചേക്കുന്നുണ്ടോ? അപ്പം ബ്രേക്ക് കാല് വെച്ചു. അപ്പോൾ ഇവിടെ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് വേണ്ടത്? 30 താഴെ. അപ്പം അതിൽ കൂടുതലുള്ള സ്പീഡ് വേണ്ട. അപ്പം തേർഡ് ഗിയറിൽ ബ്രേക്ക് കാല് വെച്ച് പോകും നമ്മൾ. ഇങ്ങനെ എന്നാ ഹമ്പ് കണ്ടു കഴിഞ്ഞാൽ എന്താണ് അങ്ങോട്ട് വണ്ടി പാർക്ക് ചെയ്യില്ല അതിൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ എന്നാ 30 കിലോമീറ്റർ കൂടുതൽ സ്പീഡിന് പോവുകയും ചെയ്യില്ല കേട്ടോ. ബ്രേക്കായിട്ട് പോകും. ബ്രേക്ക് അമർത്തിച്ചോട്ടോ, എന്നിട്ട് പോകും. ഇനി ഇവിടെ നിർത്തിയാൽ മതി കേട്ടോ. നിർത്താനുള്ള എന്ത് ചെയ്യണം? ബ്രേക്കായിട്ട് നിർത്താം. നിർത്താൻ പോകുമ്പോൾ എന്ത് ചെയ്യണം? നിർത്താം. ഇനി എന്നാ വണ്ടി യൂട്ടേൺ തിരിക്കാൻ പറ്റുമോ നോക്കിയാൽ? ഇപ്പം എങ്ങനെ യൂട്ടേൺ തിരിക്കാനായിട്ട് എന്ത് ചെയ്യണം? യൂട്ടേൺ തിരിക്കാൻ എന്തൊക്കെ സിഗ്നലാണ് കൊടുക്കണ്ടേ? ബ്രേക്കായിട്ട് നിർത്തുന്നുണ്ട്. എന്തൊക്കെ സിഗ്നലാണ് കൊടുക്കണ്ടേ? വലത്തോട്ട് തിരിയാണല്ലോ നമ്മൾ അല്ലേ? വലത്തോട്ട് സിഗ്നൽ കൊടുത്തു. പുറകിന്ന് 100 മീറ്റർ അകലിൽ നിന്ന് വണ്ടി വരുന്നത് കേട്ടോ. അതിന് മുമ്പ് എന്ത് ചെയ്യണം? ചെറിയൊക്കെ തിരിച്ച് വൃത്തിയാക്കി പോയി ലോക്കാക്കി. യൂട്ടേൺ എന്ന് പറയാൻ പിന്നെ സ്റ്റീറിംഗ് തിരിച്ച് വെച്ചണം കേട്ടോ. പുറകിൽ നിന്ന് വണ്ടി വരുന്ന ഉറപ്പ് വരുത്തിട്ട് പോകണം. ഓക്കെ, പോട്ടെ. എച്ചെടുക്കുന്നത് നമ്മൾ എച്ചെടുക്കുന്നില്ലേ? ആ സിസ്റ്റമാണ് ഇവിടെ കേട്ടോ. എച്ച് താത്തി പിടിച്ചു. എച്ചെടുക്കുമ്പോൾ എങ്ങനെ വണ്ടി തുറന്ന് വരുമ്പോൾ എച്ച് താത്തി പിടിച്ചല്ലേ നേരാക്കണേ? അതുപോലെ ഉണ്ടോ? അതിൻ്റെ നമുക്ക് എച്ച കാർഡെടുക്ക് കേട്ടോ. അതായി എച്ചെടുപ്പിക്കുന്നത് കേട്ടോ. ടെൻഷൻ നിറയ്ക്കണം നമ്മൾ. ധൈര്യമായിട്ട് വിട്ടു. 5-6 ദിവസം ആയില്ലേ ഓടിച്ചിട്ട്. അതിൻ്റെ ഒരു ഇതാണ്ടോ. പയ്യെ പോയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ബുദ്ധിമുട്ട് അപ്പം ഗച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തിയേക്കുക എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ പാർക്ക് ചെയ്തേക്കുന്ന കാറിൽ നിന്ന് എന്തോരം അകന്ന് വേണം? 3 മീറ്റർ. 3 മീറ്റർ ആണോ? 3 അടി, 1 മീറ്റർ മുകളിൽ കേട്ടോ. ഇതേ ഒരു വണ്ടി കിടക്കുന്ന പിന്നെ എപ്പോഴും നമ്മൾ എപ്പോഴും 200 മീറ്റർ മുന്നോട്ട് നോക്കിയിട്ട് 50 മീറ്ററിനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോകണം കേട്ടോ. അപ്പം ഇനി നമ്മുടെ സ്പീഡൊന്നും വേണ്ട. ഇപ്പോൾ അവിടെ നിർത്താനുള്ളതല്ലേ കേട്ടോ. ഇനി ഇവിടെ എവിടെയെങ്കിലും ബ്രേക്ക് കാല് വെച്ച് നിർത്തിക്കും. വേറെ എവിടെ ശ്രദ്ധിക്കുന്നത്? ഫ്രണ്ടിൽ മാത്രം നോക്കാം കേട്ടോ. നിർത്താം. ബ്രേക്കിങ്
ബ്രേക്ക് ചവിട്ടും, ബ്രേക്ക് ചവിട്ടും, ബ്രേക്ക് ചവിട്ടും മോളെ. അതുകൊണ്ട് ഇനി എന്തിനാ ഇത്ര സ്പീഡ് കുറയ്ക്കണം? ക്ലച്ച് ചവിട്ടുമ്പം ബ്രേക്ക് ചവിട്ടിയിട്ടാണ് ക്ലച്ച് ചവിട്ടേണ്ടത് കേട്ടോ. ബ്രേക്ക് ചവിട്ടി വണ്ടി സ്പീഡ് കുറയ്ക്കണം. അല്ലെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി കൊണ്ട് അങ്ങ് വലിച്ചെടുത്തുകൊണ്ടാണ് പോകും, ഫ്രീ ആയിട്ട് പോകും കേട്ടോ. അത് കാരണം ബ്രേക്ക് ചവിട്ടി വണ്ടി സ്പീഡ് കുറച്ചിട്ട് വേണം പിന്നെ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ഇട്ട് നിർത്താൻ കേട്ടോ.